അപ്പൊ ഡയലോഗ് ഇല്ലേ? ഉണ്ട്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മൂഡിന് വേണ്ടി ഏറ്റവും സൗണ്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഡയലോഗ് ഇല്ലേ? ഉണ്ട്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മൂഡിന് വേണ്ടി ഏറ്റവും സൗണ്ട് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ തുടങ്ങുകയാണ്. എറണാകുളം വരെ നമുക്ക് ഇവരുണ്ട് കൂടെ. ഇനി വളരെ കാഷ്വലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, ഇതിന്റെ ബീച്ചസ് ഒക്കെ ഇട്ടിരുന്നാണ്. ക്യാമറ ഉണ്ടാവും, ഞങ്ങൾ കോൺഷ്യസ് ആവും. എനിക്ക് കുറെ കണ്ടന്റ് ഇതാണ് ഞാൻ കയറിയപ്പോ പറഞ്ഞു ഉള്ളത് മുഴുവൻ പറഞ്ഞു നിർത്തുന്നത്. പറയാൻ കഥയുണ്ട്. സെറ്റിലെ പറ്റി പറ. എങ്ങനെയാ നിങ്ങളുടെ സെറ്റ് ബാക്കിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കപ്പ് ആകുമ്പോ ഷോക്കും നമുക്കെല്ലാം അങ്ങനെ. രാവിലെ വരുമ്പോൾ തുടങ്ങിയുള്ള കാര്യം പറ. ഒരു ദിവസം പക്ക ഒരു ഷൂട്ടിംഗ് എങ്ങനെയായിരിക്കും? രാവിലെ 7 മണിക്ക് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ലൊക്കേഷനിൽ എത്തണം. കാരണം നമുക്ക് മേക്കപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് സമയം എടുക്കും. ശരത്തേട്ടനും ടീമൊക്കെ ഒരു 7:45 ഒക്കെ ആകുമ്പോഴാണ് എത്താം. അപ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആയിട്ട് നിൽക്കും. അന്നുടനെ പിന്നെ തുടങ്ങും റെഡി 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 എന്നും പറഞ്ഞ് പിന്നെ ഒരു അംഗം. ആ അംഗം രാത്രി 9 ക്ലാസ് വെച്ച് വിളിച്ചാണ്. ഇവരെല്ലാവരും ക്ലാസിന്റെ ആൾക്കാരാണ്. ലൊക്കേഷനിലാണെങ്കിലും പുറത്തു പോകണമെങ്കിലും കൂളിംഗ് ക്ലാസ് ഇല്ലാതെ ശരത്തേട്ടനും പറ്റൂല, ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തോ കാരണം കൊണ്ട് ക്ലാസ് വെക്കാതിരിക്കുന്നു. നിങ്ങളുടെ ലൊക്കേഷനെ പറ്റി പറ. കിൽക്കൂട് വീടിനെ പറ്റി പറ. എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ളത് ഇതാ. അങ്ങനത്തെ വീട് ശരിക്കും ഉള്ള വീടാണോ, വാങ്ങിയിട്ട് അങ്ങനെ ആക്കിയതാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അത് വീട് കണ്ടുപിടിച്ച കഥ ശരത്തേട്ടനായിരിക്കും കൂടുതൽ കഥ പറയാണ്ടാവും. പറയൂ ഡയറക്ടർ സാർ. വീട് 2-3 ഓപ്ഷൻ നമ്മൾ ചാനൽ കൊടുത്തു. എല്ലാം നമ്മുടെ പ്രൊഡ്യൂസറൊക്കെയാണ്, ഷാനിക്കാണ് എല്ലാം സെലക്ട് ചെയ്തത്. 3 ഓപ്ഷൻ കൊടുത്തതിൽ ചാനൽ ഓക്കെ പറഞ്ഞ് വീട് തരുന്നു. പിന്നെ മനോജ് എന്നവരായിട്ടുള്ള ആർട്ട് ഡയറക്ടർ വെച്ചിട്ട് പുള്ളി നല്ല വൃത്തിയായിട്ട് അത് ചെയ്തു തന്നു. അങ്ങനെയാണ് ആ വീട് കൺഫേം ആയത്. ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ എങ്ങനെ? ഇപ്പൊ പുറത്ത് നോക്കുന്നവർക്ക് ഇതിന്റെ ഔട്ട് മാത്രമേ അറിയുള്ളൂ. ഇതിന്റെ പുറകിൽ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണെന്നോ, അത് കട്ട് ചെയ്യണമെന്നോ, എഡിറ്റ്, അതിന്റെ A to Z അറിയാത്ത ആൾക്കാർ വെറുതെ ഇങ്ങനെ കണ്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സീരിയൽ എന്ന് പറയുന്നത്. കഷ്ടപ്പാട് ഒരുപാട് പേര് ബാക്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, യൂണിറ്റ്, പ്രൊഡക്ഷൻ, ക്യാമറ, പിന്നെ ആർട്ട്, ഡയറക്ഷൻ ടീം, ആർട്ടിസ്റ്റ്, ഇതിലെല്ലാറ്റിലും പറയുന്ന പോലെ എല്ലാവരും കൂടെ ചേർന്ന് 10-40 പേരുണ്ടാവും. എന്താ പറ്റിയ എല്ലാവരും വന്നില്ലല്ലോ. എല്ലാവരും കൂടെ 10-40 പേരുണ്ടാവും. അപ്പോൾ സീരിയല് കാണുമ്പോൾ ഞാനും സുഭാഷ് ഏട്ടനും ആകെ 5 പേരെ അതിനകത്തുള്ളൂ. മൊത്തം അത് നടന്നു പോകണമെങ്കിൽ 40 പേരുടെ കഷ്ടപ്പാടാണ്. അതാണ് അതിൻ്റെ പിന്നിൽ ഉള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം. എല്ലാവരും അവരവരെ ഭാഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷം, സ്നേഹമൊക്കെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് വരുന്നതാണ്. അമീൻ ചെയ്യുന്ന ക്യാരക്ടറും അമീൻ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? എനിക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. വെറുതെ ഇരുന്ന് കുണുകുണുകുണെന്ന് പറയുന്നത് അതെനിക്ക് പെട്ടെന്ന് എനിക്ക് കുറച്ച് ആൾക്കാരായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ കുണുകുണെന്ന് പറയും. അപ്പൊ അത് ബേസിക്കലി ആങ്കർ ആയതുകൊണ്ട് സംസാരം ഉണ്ട്. അതെ, അപ്പൊ അത് കുറെ ഗുണം ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്നത്. പിന്നെ ഇത് കറക്റ്റ് ക്യാരക്ടറിന്റെ സംഭവങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരും. അത് നമ്മൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി. അതാണൊരു എളുപ്പമാണ് ഭയങ്കരമായിട്ട്. ഇത് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്, എളുപ്പമാണ്. എന്തെങ്കിലും ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സീനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്ന് അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടോ? അതായത് ഒരു എന്താ പറയുക, റെഫറൻസ് പോലെ. ഇപ്പോൾ ഒരു ഇതിനകത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ദിലീപേട്ടൻ്റെ ഒരു പടത്തിലത്തെ ഞെട്ടുന്ന, അത് ഏതിലത്തെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. കൊച്ചിരാജാവിലത്തെ എന്താ പോലത്തെ സാധനം വേണമെന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ അതിനെ കാണിച്ചു തരുമ്പോൾ പിന്നെ അതിന് ശേഷം ഒരു റെഫറൻസ് ആയിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഏതാണ്ട് ഐഡിയ കിട്ടുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ ഓക്കെ വരാറുണ്ട്. പിന്നെ ഭൂരിഭാഗം സാധനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെയാണ്.
സാധനം ഇന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. വേറൊരു സംഭവം ഇപ്പൊ ശരത്തേട്ടന് ഇരുത്തിയിട്ട് ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കൽ പരിപാടിയാണെന്നുള്ളത് എനിക്ക് അവസാനം തള്ളു അങ്ങോട്ട് തള്ളു ഇങ്ങോട്ട് തള്ളു. അതായത് ഇപ്പോ നമ്മളെന്തെങ്കിലും ഒരു സാധനം ചെയ്യുമല്ലോ, ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 100 ഓപ്ഷൻ കൊടുക്കും. ഉദാഹരണം പറയാണ്, ഒരു 100 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് 5 എണ്ണം മാത്രമേ അപ്രൂവലുള്ളൂ. ആ 5 എണ്ണം മതി. ആക്ച്വലി ആ 100 എണ്ണം ഇട്ടെന്നുണ്ടെങ്കിൽ അലമ്പായി പോയനെ. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ അത് ആ 5 എണ്ണം കറക്റ്റായിട്ട് ഏതാണ് ആവശ്യമുള്ളതെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഗൈഡൻസ് തരുന്നത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ക്യാരക്ടറിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ വന്ന സമയത്ത് വന്നാണോ അതോ ഞാൻ മുങ്ങിയതായിരുന്നു. ഞാൻ ആക്ച്വലി മുങ്ങിയതായിരുന്നു. അപ്പോൾ രണ്ടാമത് ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഈ സീരിയലിനകത്തോട്ട് ഇനിയും എന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പുറത്ത് വേറെ വല്ല ബിസിനസ് പരിപാടികൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഈ സീരിയലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഫിനാൻഷ്യലി ഒന്നും കൂടെ ഇതാവാനുള്ളൊരു സെറ്റപ്പിലേക്ക് ഒരു ബിസിനസ് പോലെ എന്തെങ്കിലും പ്ലാൻ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഓളത്തിലങ്ങ് സംഭവിച്ചു. അതിപ്പോ നല്ലതല്ലേ, നല്ലൊരു ഡിസിഷൻ ആയില്ലേ ലൈഫിലെ? വലിയൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക, അങ്ങനത്തെ ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര റയറായിട്ട് മാത്രം നമ്മൾ. പിന്നെ ഞാൻ കാണുന്ന ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ അഭിനയം വളരെ ഇഷ്ടം. പക്ഷേ എവിടേക്കോ ചില സമയത്ത് ദിലീപ് വരുന്നുള്ള എനിക്ക് തോന്നുന്നു അത് സ്ഥാനത്ത് അങ്ങനെ വരുന്നതാണോ അല്ല ദിലീപേട്ടന്റെ സ്വാധീനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറെ പടങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടു നടന്നിട്ടുള്ളത് ദിലീപേട്ടൻ പടങ്ങളാണ് കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്, അടിപ്പടങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു പ്രായത്തിന്റെ ഇതില്. പിന്നെ അപ്പോൾ അങ്ങനെ അത് ചിലപ്പോൾ അറിയാതെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന കാരണം ആ ഒരു ആക്ഷൻ വന്നിട്ടുണ്ടായേക്കാം. അത് അച്ഛൻ പറഞ്ഞ പോലെ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് വന്നു പോകുന്നതായിരിക്കാം. നേരെ ശരത്തേട്ടനിലേക്ക് പോകും. ഞാൻ കുറെ നേരം കഥ പറയുന്നത്. പിന്നെന്താ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ ചെയ്യാൻ? ആക്ടിങ് അല്ലാതെ ചെയ്യാൻ ആക്ടിങ് അല്ലാതെ ഞാൻ ശരത്തേട്ടൻ, വിഘ്നേഷ്, നവനീത്, നിതിൻ ചേട്ടൻ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കഥ പറയും. കഥ പറയാന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും. ഈ വിഘ്നേഷിനൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ്, ഭയങ്കര കൗണ്ടറാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഇതേപോലെ നമ്മൾ ചിരിച്ചിരിക്കാൻ ഫുൾ ടൈം ഒരു ദിവസം ഷൂട്ടില്ല, ഇവരുടെ കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇരിക്കാൻ പറ്റും എല്ലാവരും. ഇപ്പോൾ ഇവിടുന്ന് ശരത്തേട്ടൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിഘ്നേഷ് തിരിച്ചൊന്ന് കൊടുക്കും, അതിൽ നവനീത് വരും. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതാണ് ഏറ്റവും കൂടുതൽ അവിടെ ആസ്വദിക്കുന്നത്. ശരത്തേട്ടൻ കാറ്റത്തെ കിളിക്കൂടുന്നുള്ള സീരിയലിൽ കോൾ വന്നു. എന്തുകൊണ്ട് അറ്റ് എ ടൈം വേറെ ഏതെങ്കിലും വർക്കുകൾ വന്ന് നിൽപ്പുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് കാറ്റത്തെ കിളിക്കൂട് ചൂസ് ചെയ്യും? കാറ്റത്തെ കിളിക്കൂട് നല്ലായിരുന്നു. എനിക്ക് ആദ്യം കോൾ വന്നു. ഞാൻ സീന് മധുരനമ്പരക്കാറ്റ് ഞാൻ പറഞ്ഞില്ലേ, മധുരനമ്പരക്കാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ ഹോട്ട്സ്റ്റാറിലേക്ക് ഒരു സീരീസ് ചെയ്യാനായിരുന്നു ആദ്യം വിളിച്ചത്. പിന്നെ അതിൻ്റെ ഡിസ്കഷനൊക്കെ അതിൻ്റെ തള്ളിത്തള്ളിട്ടുണ്ട് പോയി ലാസ്റ്റ് അങ്ങനെ തമിഴിലെ അയ്യനാർ തുണി എന്ന് പേരായിട്ടുള്ള സീരിയലിൻ്റെ റീമേക്ക് ചെയ്യണം ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ അയ്യനാർ തുണീൻ്റെ പ്രൊമോ ഞാൻ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ആ കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ സെറ്റ് പിന്നെ നോക്കിയപ്പോൾ ടീമൊക്കെ യാദൃശ്യമായിട്ട് നല്ല പടപ്പൻ ടീമെന്ന് വന്നു ചേർന്നു. നമ്മുടെ DOP ആയാലും പ്രൊഡ്യൂസറായാലും അസോസിയേറ്റ് ആയാലും ADs ആയാലും ബാക്കി ഓൾ ത്രൂ പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ പിന്നെ ഭയങ്കര ലെക്കാണ്. ഇത്രയും പെർഫെക്റ്റായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു ഡയറക്ടർക്ക് കിട്ടാന്ന് അങ്ങനെ എത്തിപ്പെട്ടു. ഇപ്പോൾ ഇത്രയും സാധിച്ച് നല്ല രീതിയിൽ പോകുന്നു. പ്ലാറ്റ്ഫോം അവിടെ കിട്ടുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാധനം. അതായത് എന്താ പറയുക, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ മറ്റേ സ്റ്റേജ് ഫിയർ, ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ആ ഒരു സാധനം എനിക്ക് അടിക്കും. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഞാൻ ഇതിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിളിൽ മാത്രമേ എനിക്ക് ഭയങ്കര കമ്പനി ആവാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ഫീൽ ഇവിടെ കിട്ടുന്ന കാരണം എനിക്ക് ഇപ്പോൾ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇപ്പോൾ ഡയറക്ടർ എന്നെ എന്ത് തേങ്ങയുടെ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റേത് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് സാധനം ചിലപ്പോൾ അടിക്കും. ഇവിടെ അത് പ്രശ്നമല്ല. ഇവിടെ എനിക്ക് ഓക്കെ വേണ്ട, അടുത്ത സാധനം പിടിക്കാം, അല്ലെങ്കിൽ സാറ് പറഞ്ഞ സാധനം ചെയ്യാം, അങ്ങനെ ഒരു മൂഡിലേക്കാണ് പോണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരുടെ ഉള്ളിലും ഓരോ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇഷ്ടപ്പെടുന്നവർ, അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. അപ്പം അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന കാരണം തന്നെ നമുക്ക് മടിയില്ലാണ്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ, കോ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ലൈക്ക് എങ്ങനെയാണ്, വളരെ കംഫർട്ടബിൾ ആണോ, എങ്ങനെയാണ് ലൊക്കേഷനിൽ?
ഭയങ്കര കംഫർട്ടബിളാണ്. ഈ സീൻ മറ്റേത് പേഴ്സണലി ഓരോരുത്തരും ഇരുന്ന് സീൻ വായിക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചു തരും, അസോസിയേറ്റ് ആരെങ്കിലും വായിച്ചു തരുമ്പോൾ നമ്മളിരുന്ന് കേൾക്കും. ഇത് നമ്മൾ തന്നെ 4 പേരാണെങ്കിൽ 4 പേര്, 5 പേരാണെങ്കിൽ ഇരുന്ന് ഒരുമിച്ച് വായിക്കും. അപ്പൊ വായിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു സാധനം, ഞങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം, എടാ അവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്ത് നോക്കാം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്തിട്ടൊരു സീൻ മറ്റേ വായിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവണം. അങ്ങനെ കുറെ സാധനങ്ങൾ ചെല്ലുമ്പോഴാണ് ഡയറക്ടർ പറയും എന്തിനെ കാണിങ്ങനെ എടുത്ത് ദൂരക്കളാന്ന് പറയും. എത്രത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ചെയ്യുന്ന കഴിവിൽ എത്രത്തോളം വിശ്വാസമുണ്ട്. ഇന്നലെ നമ്മളെടുത്ത സീൻ തന്നെ എക്സാമ്പിൾ പറയുകയാണ്. ഇന്നലെ നമ്മൾ സീനിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഉറപ്പ് ഇരിക്കണം, കരയണം, അവൾ വരും, ഇരിക്കും, കരയും എന്ന് പറയല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അലിഖിതമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോ സാധനങ്ങളോ ഒന്നുമില്ല. ഇവിടെ കരയാൻ പോലും നമ്മൾ ഷോട്ടിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അത് സിനിമ ലാലേട്ടൻ പറയുന്ന പോലെ മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയുന്ന പോലെ സിനിമ സംഭവിക്കുന്നതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം അതിന് പ്രിപ്പയർ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നൊരു സാധനമല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് പല സാധനങ്ങളും വരുന്നിടത്താണ് സിനിമ ജനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. അവിടെ ഫസ്റ്റ് അമ്മി ചെയ്തൊരു സാധനം എനിക്ക് തോന്നുന്നു അതാണോ അല്ലെങ്കിൽ അതിനേക്കാൾ വേറൊരു സാധനമാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവ് വരുന്നത് ഇത് രണ്ടും ഈ ആർട്ടിസ്റ്റിനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ വേറൊരു സാധനം ഇയാളുടെ അടുത്ത് തരും എന്ന് പറയുന്നൊരു ബോധമുള്ളതുകൊണ്ടാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ട് നമുക്കിടയിൽ ഉണ്ടായി വന്നൊരു ബോണ്ടിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിഘ്നേഷ് ആയാലും, നവനീതായാലും, സുഭാഷ് ആയാലും, നിതിൻ ചേട്ടൻ എല്ലാവരും ബോണ്ട് നമുക്കിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ടാസ്ക് ഇല്ല ഈ പ്രോസസ്സ്. പിന്നെ നമുക്ക് അത്രയും ലോജിക്കലി എനിക്ക് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കണക്ട് ആവാത്ത സാധനം മാത്രമേ എടുത്ത് കളയാൻ വേണ്ടി പറയാറുള്ളൂ. വേറൊക്കെ ഓർഡിനറി ഇപ്പോൾ നമ്മൾ സാധാരണ സീരിയലുകളെ പോലെ വലിയ ഗിമ്മിക്സുകളോ പരിപാടികളൊന്നും കാണിക്കാറില്ല. അത് പറഞ്ഞു പോവുക, എല്ലാ വീട്ടുകളിലും അടുത്ത വീട്ടിൽ നടക്കുന്ന പരിപാടികൾ പറഞ്ഞു പോകുക എന്നുള്ള ജസ്റ്റ് പറഞ്ഞു പോകുന്ന പ്രോസസ്സാണ്. അതിലെല്ലാവരും ആ ക്യാരക്ടറായിട്ട് അത്രയും ഇൻവോൾവ് ആയതുകൊണ്ട് എല്ലാം ഈസിയാണ് ആസ് എ മേക്കർ എന്നുള്ള ലെവലിൽ. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. ശരത്തേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ ശരത്തേട്ടന് വീട് കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്ന കഥകളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ശരത്തേട്ടൻ്റെതായിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ശരത്തേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ സീരിയലിൽ സീൻസ് ആയിട്ടോ അല്ലെങ്കിൽ ശരത്തേട്ടൻ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്? അത് നമ്മുടെ ഒരുപാട് മിഡിൽ ക്ലാസ്സുകാരൻ്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ജനിച്ച് വളർന്ന് മാലർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടുത്തെ ഒരു കോളനിയിലാണ് നമ്മൾ ജനിച്ച് വളർന്നത്. അപ്പോൾ അതും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഏകദേശം റിലേറ്റഡാണ്. പിന്നെ പല കാര്യങ്ങളും ഇതുമാതിരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ലൈഫിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന പരിപാടികൾ. ലൈവ് ഒരുപാട് ഫാൻസ്, ഒരുപാട് ലൈവ് ഓഡിയൻസും ഉള്ള ഒരു വർക്കാണ് ഇത്. ഈ ഇപ്പൊ കിട്ടുന്ന സപ്പോർട്ടും ഇതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഒരു അംഗീകാരവും ഇതൊക്കെ വെച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ മുന്നേറി പോകണമെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണല്ലോ. അങ്ങനെയുള്ള അവരോട് എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്തത് തെറ്റാണെങ്കിൽ ഉടനെ തന്നെ എനിക്ക് സിനിമയും സീരിയലും തമ്മിലൊരു വ്യത്യാസമായിട്ടാണ് തോന്നിയത്. മറ്റേ സിനിമ 2.5 മണിക്കൂർ കൊണ്ട് അവരതൊരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ആ 2.5 മണിക്കൂറിൽ ആ ക്യാരക്ടർ കഴിഞ്ഞാൽ അത് അവർ പോകും, പിന്നെ അത് മാറും. ഇത് ഡെയിലി നമ്മൾ വരുന്നത് കൊണ്ട് ഡെയിലി ഇവരുടെ വീട്ടിലത്തെ ഒരു അംഗമായിട്ട് കണ്ട് അതിനെ ചീത്ത പറയാനും എന്താ പറയുക പോസിറ്റീവായിട്ടാണെങ്കിൽ പോസിറ്റീവ്. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു എന്തിനാണ് കൊച്ചിനായിട്ട് കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം അവർ സിനിമയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അധികം അത് അതോടുകൂടി കഴിഞ്ഞ്. ഇത് ഡെയിലി ഇങ്ങനെ വരുന്ന സമയത്ത് അവരിലൊരു അംഗമായിട്ട് കണ്ട് പറയും. അതുപോലെ വേറെ കാര്യം, ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ജയലക്ഷ്മിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് കയ്യൊക്കെ പിടിച്ച്, അതായത് അവർ ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇല്ലേ മോൻ എന്താ അങ്ങനെ നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ പുള്ളിക്കാരി കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ എന്നിട്ട് അപ്പോൾ തൊട്ടടുത്തുള്ളത് പറഞ്ഞു ആള് കാനഡയിൽ പോയേക്കാണ്. അപ്പോൾ അമ്മ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ സുധീഷ് എന്ന് പറയുന്ന ക്യാരക്ടർ വീട്ടിൽ ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്തും ഭാസ്കരൻ്റെ അടുത്തും കാണിക്കുന്ന പോലെ, തമാശ സുനികേഷിൻ്റെ അടുത്തൊക്കെ കാണിക്കുന്ന പോലെ അമ്മയും മോനും തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് അത് കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആ മകനെ മിസ് ചെയ്യുന്നു. അപ്പോൾ ആ മകനെ മിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണുമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ മോൻ എനിക്ക് ഉമ്മ തന്നിട്ട് അവർ പോയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ വീട്ടിലെ ഒരു മോനായിട്ട് മോൻ റിസംബ്ലൻസ് വന്നിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മളെ കണ്ട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നിങ്ങളുടെ വീട്ടിൽ ഒരാളായിട്ട് നമ്മളെ കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട്.
ഇതേപോലെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എന്നും വരുന്നതായിരിക്കും. ഇപ്പൊ തന്ന സപ്പോർട്ടൊക്കെ അപ്പോഴും തരണം. അത്രേ ഉള്ളൂ. എവിടെ എത്തിയ മീൻ നമ്മളിപ്പോ? അടൂരിന്റെ പന്തളത്തിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ അഞ്ജലി ഛർദിച്ച അവശയായി. നമ്മൾ നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അല്ല, ഇത് ഇങ്ങനെ രസം, പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലാത്ത കാര്യം നമുക്കിങ്ങനെ നിർത്തി 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 പതുക്കെ പോവാം. ചെറുത്തൊക്കെ അഞ്ജലി ശരത് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു സാധനം ഹൈപ്പ് ചെയ്യുക ബെല്ലൈക്കൺ വേറെ പുതിയ സാധനം വന്നിട്ടുണ്ട്. അറിഞ്ഞില്ലേ? ഞാൻ അപ്ഡേറ്റഡ് അല്ല. വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ സാധനം ചെയ്യുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ വീഡിയോസ് ഈ പേജിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. മാത്രം എങ്ങനെ ഈ മീഡിയ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു പറയൂ. മീഡിയ ജേണി കുട്ടിക്കാലം തൊട്ട് തന്നെ TV-യിൽ കാണുമ്പോൾ നമ്മൾ സിനിമ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അന്ന് തൊട്ട് വേറൊന്നുമില്ല, അഭിനയിക്കാനൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ വന്നു. ഫസ്റ്റ് അഭിനയിക്കാൻ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ എവിടെ? അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. ഇതുവരെയൊന്നുമല്ല. കുട്ടിക്കാലത്ത് അങ്ങനെ ഫസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണ് ഇത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ വിജയുടെ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു ഫസ്റ്റില്. ഞാൻ ഈ ദിലീപേട്ടൻ്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ പാരലലി ഇഷ്ടപ്പെട്ടിരുന്ന സാധനമായിരുന്നു വിജയുടെ സംഭവങ്ങൾ. അപ്പം അങ്ങനെ കുറേ പടങ്ങളൊക്കെ വന്ന സമയത്ത് ആ സമയത്തൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ TV-യിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഈ എന്താ പറയുക, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ അത് തിരിച്ചറിവ് ഞാൻ പറഞ്ഞ ഇതൊരു കറക്റ്റ് ഉത്തരവില്ല. ഇങ്ങനെ സിനിമകൾ കണ്ട് അങ്ങനെ വന്നൊരു സാധനം. അങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ എന്തൊക്കെയാ ചെയ്തിട്ടുള്ള ആക്ടിങ് സ്കില്ലിനെ? എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്ത കൊള്ളായിരുന്നു. എല്ലാ എപ്പിസോഡ് കാണുമ്പോഴും നമുക്ക് വേറെ എന്തെങ്കിലും സാധനം, ചില എപ്പിസോഡ് കാണുമ്പോൾ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ചിലത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ചിലത് നമുക്ക് നൊയ്യണം, ഇങ്ങനെ ചെയ്യാമായിരുന്നു, നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം തുടക്കം തൊട്ടേണ്. അത് ആങ്കറിങ് തൊട്ടേണ്. ഞാൻ അങ്ങനെ ഈ തുടക്കം തൊട്ട് പറയാം. ഇങ്ങനെ കുട്ടിക്കാലത്ത് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നും, അങ്ങനെ സിനിമയിലേക്ക് വരണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ ഒരു +2 ഒക്കെ ആയപ്പോഴേക്കും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അന്നൊന്നും ഓഡിഷൻ കാര്യമായിട്ട് ഇവിടെ ഇല്ല, കാരണം അത് നമ്മൾ അറിയൂല. പിന്നെ അന്ന് തേടി പിടിച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ വല്ല ഇതും വരും, ഈ കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ. അന്ന് വാട്സപ്പ് ഒന്നും കാര്യമില്ല, മെയിൽ അയക്കുമ്പോൾ സ്വന്തമായിട്ട് ഫോണില്ലാത്തത് കൊണ്ട് തന്നെ ലാൻഡ് ഫോണിലേക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്പർ കൊടുക്കാം. അപ്പോൾ അത് ഇടയ്ക്ക് വരും. ചില സമയത്ത് ഞാൻ എടുക്കും, ചില സമയത്ത് അറിയൂല സംഭവം, കാരണം വാപ്പയൊന്നും ഇവിടെ ഉണ്ടായില്ല, അവർ പുറത്തായിരുന്നു, നമ്മൾ അറിയൂല. പിന്നെ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ച് വന്ന് വീണ്ടും അപ്പോൾ പിന്നെ കുറച്ചും കൂടി സജീവമായി. ഈ കാസ്റ്റിംഗ് കോൾ ഭയങ്കര വൈഡായിട്ട് വരാൻ തുടങ്ങി, കുറേ വരാൻ തുടങ്ങി. 2015-16 കാലഘട്ടമാണ് തോന്നുന്നു. അങ്ങനെ കാസ്റ്റിംഗ് കോളിന് അയച്ചിട്ടാണ് ഒരു സൂര്യയിലെ ആങ്കറിനെ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം കണ്ടു. അപ്പോൾ അതിനകത്തോട്ട് അയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആങ്കറിങ് ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ടല്ലോ. അങ്ങനെ ഒരു ആങ്കറിങ് ആണ് ബേസിക്കലി. ഒന്നും എനിക്ക് താല്പര്യമില്ലാതെ പോയിട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഈ മറ്റേ ഫോണിങ് പ്രോഗ്രാം ആയിരുന്നു ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് രസമായി തുടങ്ങി. പിന്നെ അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് സൂര്യ കോമഡി എന്ന് പറയുന്ന ചാനൽ. പിന്നെ പതുക്കെ ഒരു സീരിയലിനകത്ത്, ആദ്യം സൂര്യയുടെ തന്നെ ഒരു സീരിയലിനകത്ത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയപ്പോൾ ഒരു അറിഞ്ഞൂടല്ലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് തന്നെ സോന ചേച്ചിയുടെ കൂടെ. സോന ചേച്ചി എൻ്റെ അമ്മയായിരുന്നു. ഒരിടത്ത് രാജകുമാരി എന്ന് പറയുന്ന സീരിയൽ, അവിടെ നിന്നാണ് ശരത്തേട്ടനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. സോന ചേച്ചിൻ്റെ അമ്മയായിരുന്നു. എനിക്കൊന്നും അറിയാതെ വന്ന് നിന്ന് ആ സമയത്ത് അന്ന് ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ ക്യാമറയിൽ പൊസിഷൻ ഇതാവുന്നതും പൊസിഷൻ നിൽക്കുന്നതും അതൊന്നും നമുക്ക്
ആങ്കർ ചെയ്യുമ്പോൾ സ്ട്രേറ്റ് സാധനം മാത്രമേ ഉള്ളൂ. ഇത്രയും ഏരിയ ഉണ്ട്. ആ ഇത്രയും ഏരിയക്കകത്ത് എനിക്ക് നടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെങ്കിലും ക്യാമറയിൽ എടുത്തോളും. പിന്നെ ഈ പറയുന്ന പോലെ പൊസിഷൻ ഒരു സ്ഥലത്ത്. അപ്പൊ അന്ന് ആദ്യം ഉണ്ടായിരുന്ന എനിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആടി കളിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ആടി കളിക്കും. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മൂവ്മെന്റ് പോകുമല്ലോ. അപ്പൊ ഈ ക്ലോസ് ഒക്കെ വെക്കുന്ന സമയത്ത് ആ മൂവ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് പോകും. അത് എനിക്ക് ക്ലോസിൽ ഇത്ര പോകാൻ പാടുള്ളൂ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ പിന്നെ അത് പതുക്കെ അത് ഇതായിട്ട് അതിങ്ങനെ ബാധിക്കാൻ തുടങ്ങി. പിന്നെ ലാൽ എന്ന് പറയുന്നൊരു സാറായിരുന്നു. അപ്പോൾ സാറ് ഇത്തിരി സ്ട്രിക്റ്റാണ്, ലാൽ സാർ. അപ്പോൾ അത് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കാണുമ്പോൾ ഒരു എപ്പിസോഡ്സ് കാണുമ്പോൾ ഒരു ബാഡായിട്ട് തോന്നിയിട്ടും അത് പഠിക്കാൻ വേണ്ടി ഇരുന്ന് പിന്നെ സീരിയൽസ് കാണാൻ തുടങ്ങി. ആ സമയത്ത് കുറേ സീരിയൽ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ട് പതുക്കെ ഓരോ സാധനങ്ങൾ ഈ ടക്ക് 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 എന്ന് പറഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ചെറിയ റിയാക്ഷൻ നമ്മൾ വെറുതെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കുമല്ലോ, അങ്ങനെ അത് പഠിക്കാൻ തുടങ്ങി. അത് ഞാൻ പോളിഷ് ചെയ്ത് അങ്ങനെ എടുക്കാൻ ആ സമയത്ത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നൊക്കെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുന്നത്. നല്ല സെൻസുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ലൈറ്റൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ വയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. എൻ്റെ മറ്റേത് ബാക്കി സീരിയലൊക്കെ കറക്റ്റ് മുഖത്തേക്ക് ലൈറ്റ് വരും. ഇത് മുഖത്തേക്ക് ചിലപ്പോൾ എൻ്റെ നെറ്റ് കവർ ചെയ്തിട്ടേ ലൈറ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം എന്താ, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വീട് പുള്ളിയുടെ മനസ്സിൽ ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നതിൽ ആ വീട്ടിലെ കിളിക്കൂട് വീട്ടിലെ എല്ലാ ലൈറ്റും വാതിൽപ്പടിയുടെ മേളിലാവുമല്ലോ, കട്ടിലയുടെ മേളിലാവുമല്ലോ, മേളിൽ ഇൻ ദ സെൻസ് ആ ഒരു ഹൈറ്റിലായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇരിക്കുമ്പോൾ ഈ വേറെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആ കട്ടിലയുടെ അവിടുന്ന് കട്ടായിട്ടേ നമുക്ക് ലൈറ്റ് മുഖത്തേക്ക് അടിക്കുള്ളൂ. അത്രയും ഭാഗം കട്ടായി പോകും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ കിഴിവ്, കാരണം അത്രയും റിയലിസ്റ്റിക് ആക്കിയിട്ടാണ് വിഷ്ണു ഇത് ചെയ്യുന്നത്. ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ശരിക്കും ഇപ്പം എൻ്റെ മുഖത്ത് ഞാൻ എൻ്റെ ബെഡിലിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ആണെങ്കിൽ അത് ആ കട്ടിലയുടെ ഭാഗം കട്ടായിട്ടാണ് മുഖത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇതേപോലെ കുറേ സാധനങ്ങൾ പുള്ളി അത്രയും പ്രൊഫഷണൽ ആയിട്ട് സെറ്റല്ലേ. അത് ശരത്തേട്ടൻ എന്താ പറയുക, ശരത്തേട്ടൻ മനസ്സിൽ കാണുന്നതാണോ, വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുന്നതാണോ, വിഷ്ണുവിൻ്റെ സ്വന്തം ഇതാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? വിഷ്ണുവിനെ ഈ പണ്ട് മുതലേ ഞങ്ങൾ പരിചയക്കാരാണ്. അവൻ അസോസിയേറ്റ് ക്യാമറമാനായപ്പോൾ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറങ്ങി മധുരം ടിക്കറ്റിലാണ് ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്തത് ഷെഡ്യൂൾ. ഫസ്റ്റ് ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ടൈമിൽ തന്നെയാണ് എൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും മരിക്കുന്നത്. ഒരേ ടൈമിലായിരുന്നു എൻ്റെ ഒരു. പിന്നെ നമുക്ക് വർക്ക് വൈസ് അവനെ ഞാൻ നോക്കുന്ന സമയത്ത് ഭയങ്കര ഫയറായിട്ട് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തം ഭ്രാന്തായി നടക്കുന്നു. അവനാണെങ്കിൽ ഇന്ത്യ സീരിയലിൽ ഒരാളെ കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്റ്റ് ആവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു പോലും പറഞ്ഞു ഞങ്ങളങ്ങ് സെറ്റായി. നമ്മൾ വരുന്നവരെ നമുക്ക് എന്താ പറയുക ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഇവൻ്റെയൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം തരുന്നൊരു ക്യാമറമാൻ തന്നെയാണ്. അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് വേറെ ഒരു ഡിസൈൻ കിട്ടിയിട്ടില്ല. അത് ആ ഒരു കെമിസ്ട്രി നമ്മുടെ എല്ലാ ഇപ്പോൾ കൃഷ്ണകാതായാലും മുതലുമ്പലക്കാറ്റായാലും ഇതായാലും ഒക്കെ എൻ്റെ ഒരു എക്സ്ട്രീം അവനെന്നും തരും. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ചേർത്തിട്ട് ഉറക്കമൊക്കെ ത്യജിച്ച് കല്ല് പോലെ ഇരുന്ന് ബാക്കി എല്ലാവരും കിടന്നുറങ്ങി. അച്ഛനുറങ്ങി, അഞ്ജലി ഉറങ്ങി, മോളുറങ്ങി. എനിക്ക് കമ്പനി തന്ന അവസാനം വരെ. എനിവേ ഈ ഒരു എപ്പിസോഡ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും കടറി കിളിക്കൂടിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള എപ്പിസോഡായിട്ട് അത്യാവശ്യം അഞ്ജലി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ